നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ശബ്ദം, ബലം, പ്രവൃത്തി, ഊർജം, പവർ, ഗുരുത്വാകർഷണം, ദ്രവബലങ്ങൾ. ശബ്ദം ശ്രവണബോധം ഉളവാക്കുന്ന ഊർജരൂപമാണ് ശബ്ദം. ശബ്ദമുണ്ടാക്കാൻ കാരണം കമ്പനമാണ്. ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. ശബ്ദസ്രോതസ്സായ സ്വനപേടകം കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗമാണ് സ്വനതന്തു. അനുബന്ധമായി കമ്പനം ചെയ്യുന്ന മറ്റ് ഭാഗങ്ങൾ തൊണ്ട, ചുണ്ട് തുടങ്ങിയവയാണ്. ശബ്ദസ്രോതസ്സായ ഓടക്കുഴൽ കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം വായുയൂപമാണ്. അനുബന്ധമായി കമ്പനം ചെയ്യുന്ന ഭാഗങ്ങൾ വായു സുഷിരഭാഗം. ശബ്ദസ്രോതസ്സായ ചെണ്ട കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം തുകലാണ്. അനുബന്ധമായി കമ്പനം ചെയ്യുന്ന മറ്റു ഭാഗങ്ങൾ വായു മരം കൊണ്ടുള്ള ഭാഗം. ശബ്ദസ്രോതസ്സായ ഗിത്താർ കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗമാണ് കമ്പി. അനുബന്ധമായി കമ്പനം ചെയ്യുന്ന ഭാഗങ്ങൾ വായു സൗണ്ട് ബോർഡ്. ശബ്ദം അനുഭവപ്പെടാൻ ആവശ്യമായ ഘടകങ്ങൾ ശബ്ദസ്രോതസ്, മാധ്യമം, ശ്രവണേന്ദ്രിയം. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് ശബ്ദസ്രോതസ്സുകൾ. മനുഷ്യനിർമ്മിത ശബ്ദസ്രോതസ്സുകളാണ് ചെണ്ട, വയലിൻ, ഓടക്കുഴൽ. പ്രകൃത്യാലുള്ള ശബ്ദസ്രോതസ്സുകളാണ് സ്വനപേടകം അല്ലെങ്കിൽ വോക്കൽ കോഡ്, ഇടിമുഴക്കം, വെള്ളച്ചാട്ടം തുടങ്ങിയവ. ഒരു ശബ്ദസ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം സ്രോതസ്സുമായി ബന്ധപ്പെട്ട പല ഭാഗങ്ങളുടെയും കമ്പനങ്ങളുടെയും ആകെ തുകയായിരിക്കും. ശബ്ദമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിക്കുന്ന വസ്തുക്കളാണ് മനുഷ്യനിർമ്മിത ശബ്ദസ്രോതസ്സുകൾ. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിനു കാരണം ചന്ദ്രനിൽ അന്തരീക്ഷ വായുവില്ലാത്തതിനാലാണ്. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണം ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയാത്തതിനാലാണ്. ശ്രവണസ്ഥിരത. നാം കേൾക്കുന്ന ശബ്ദം അല്പസമയത്തേക്ക് ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണസ്ഥിരത. പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. മനുഷ്യൻ്റെ ശ്രവണസ്ഥിരത 1/10 സെക്കൻഡിൽ 0.1 സെക്കൻഡാണ്. മനുഷ്യൽ ശബ്ദമുണ്ടാകുന്നതിന് കാരണമായ ശരീരഭാഗമാണ് സ്വനതന്തുക്കൾ, ലാരിങ്സ്. ശബ്ദത്തിൻ്റെ 3 സവിശേഷതകളാണ് ഉച്ചത, ലൗഡ്നെസ്, സ്ഥായി, പിച്ച്, ഗുണം, ക്വാളിറ്റി. ഉച്ചത ചെവിയുടെ ഡയഫ്രത്തിനുണ്ടാകുന്ന കമ്പനമാണ് തീവ്രത, ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഉച്ചത, ലൗഡ്നെസ്. ഉച്ചത ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയും. കമ്പന ആയതി കൂടുമ്പോൾ ഉച്ചത കൂടുന്നു. കമ്പന ആയതി കുറയുമ്പോൾ ഉച്ചത കുറയുന്നു. ഉച്ചതയുടെ യൂണിറ്റാണ് ഡെസിബൽ. ശബ്ദ മലിനീകരണ സൂചിക API അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന ശബ്ദപരിധിയാണ് 50 ഡെസിബൽ. ശബ്ദ മലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. ശബ്ദത്തിൻ്റെ തീവ്രതയുടെ അല്ലെങ്കിൽ ഉച്ചതയുടെ യൂണിറ്റാണ് ഡെസിബൽ. ബെല്ലിൻ്റെ ചെറിയ അളവാണ് ഡെസിബൽ. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ശബ്ദത്തിൻ്റെ ഉച്ചതയ്ക്ക് ഡെസിബൽ എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ടെലിഫോൺ ലോകത്തിന് സമർപ്പിച്ച ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അലക്സാണ്ടർ ഗ്രഹാം ബെൽ തൻ്റെ സുഹൃത്തും അസിസ്റ്റൻറ്റുമായ വാട്സണുമായി കേംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെയുള്ള 2 കിലോമീറ്റർ ദൂരം കമ്പിയിലൂടെ സംസാരിച്ചുകൊണ്ട് ലോകത്തിന് ആദ്യത്തെ ടെലിഫോൺ സമർപ്പിച്ചത് 1876 ഒക്ടോബർ 9-നാണ്. ശബ്ദത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ഉച്ചത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഓഡിയോമീറ്റർ, ഡെസിബൽ മീറ്റർ എന്നിവ. ഡോപ്ലർ ഇഫക്റ്റ്. കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ആപേക്ഷിക ചലനം നിമിത്തം ശബ്ദത്തിൻ്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ എഫക്റ്റ്. ഡോപ്ലർ എഫക്റ്റ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഡോപ്ലർ ആണ്. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രതിഭാസമാണ് ഡോപ്ലർ എഫക്റ്റ്. ശബ്ദസ്രോതസ് ശ്രോതാവിലേക്ക് അടുക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ആവൃത്തി കൂടുകയും ശ്രോതാവിൽ നിന്നും അകലുമ്പോൾ ശബ്ദത്തിൻ്റെ ആവൃത്തി കുറയുകയും ചെയ്യുന്നു.
കേരളത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച എസ് ബാൻഡ് ഡോപ്ലർ വെതർ റഡാർ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. സി ബാൻഡ് ഡോപ്ലർ വെതർ റഡാർ സ്ഥിതി ചെയ്യുന്നത് ISRO തിരുവനന്തപുരത്താണ്. വാണിജ്യ മേഖലയിൽ പകൽ സമയത്ത് 65 ഡെസിബലും രാത്രി സമയത്ത് 55 ഡെസിബലും അനുവദിക്കപ്പെട്ട ശബ്ദപരിധിയാണ്. വ്യാപാര മേഖലയിൽ പകൽ സമയം 75 ഡെസിബലും രാത്രി 70 ഡെസിബലുമാണ് അനുവദിക്കപ്പെട്ട ശബ്ദപരിധി. പാർപ്പിട മേഖലയിൽ പകൽ സമയം 55 ഡെസിബലും രാത്രി സമയം 45 ഡെസിബലുമാണ് അനുവദിക്കപ്പെട്ട ശബ്ദപരിധി. നിശബ്ദ മേഖലയിൽ പകൽ 50 ഡെസിബലും രാത്രി 40 ഡെസിബലുമാണ് അനുവദിക്കപ്പെട്ട ശബ്ദപരിധി. ശബ്ദവും തീവ്രതയും. കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന ശബ്ദമാണ് 0 മുതൽ 10 ഡെസിബൽ വരെ. ശ്വസനം 10 ഡെസിബലാണ്. ക്ലോക്കിൻ്റെ സൂചിയുടെ ശബ്ദം 20 മുതൽ 30 ഡെസിബൽ. മനുഷ്യൻ്റെ ശബ്ദം 60 മുതൽ 65 ഡെസിബൽ വരെ. ടെലിഫോൺ ബെൽ 70 ഡെസിബൽ. മോട്ടോർ സൈക്കിൾ 70 മുതൽ 80 ഡെസിബൽ വരെ. ടെലിവിഷൻ അലാറം ക്ലോക്ക് 75 ഡെസിബൽ. മോട്ടോർ ഹോൺ 80 ഡെസിബൽ. വാക്യൂം ക്ലീനർ 80 ഡെസിബൽ. ശബ്ദ മലിനീകരണം 90 ഡെസിബലിന് മുകളിൽ. ഇടിമുഴക്കം 100 മുതൽ 110 ഡെസിബൽ വരെ. സിംഹഗർജനം 110 മുതൽ 120 ഡെസിബൽ വരെ. വിമാനം 120 ഡെസിബൽ. ജെറ്റ് വിമാനം 120 മുതൽ 140 ഡെസിബൽ വരെ. വെടിവെക്കുമ്പോഴുള്ള തോക്കിൻ്റെ ശബ്ദം 120 ഡെസിബൽ. ചെവിക്ക് തകരാറുണ്ടാകുന്ന ശബ്ദം 120 ഡെസിബലിന് മുകളിൽ. റോക്കറ്റ് 170 ഡെസിബൽ. സ്ഥായി. കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് സ്ഥായി അല്ലെങ്കിൽ പിച്ച്. ആവൃത്തിയിൽ ചെറിയ വ്യത്യാസമുള്ള 2 വസ്തുക്കൾ ഒരേ സമയം കമ്പനം ചെയ്യുമ്പോൾ അവയുടെ ശബ്ദത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ബീറ്റുകൾ. ശബ്ദത്തിൻ്റെ കൂർമ്മത അല്ലെങ്കിൽ പിച്ച് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയുമായി. ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ കൂർമ്മത കൂടുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദത്തിന് കൂർമ്മത കൂടുതലാണ്. പുരുഷ ശബ്ദം, സ്ത്രീ ശബ്ദം എന്നിവ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ സ്ഥായി കൂടിയത് സ്ത്രീ ശബ്ദത്തിനും സ്ഥായി കുറഞ്ഞത് പുരുഷ ശബ്ദത്തിനുമാണ്. കുയിൽ ശബ്ദം, സിംഹത്തിൻ്റെ അലറൽ എന്നിവ താരതമ്യം ചെയ്യുമ്പോൾ സ്ഥായി കൂടിയത് കുയിൽ ശബ്ദവും സ്ഥായി കുറഞ്ഞത് സിംഹത്തിൻ്റെ അലറലുമാണ്. സ്ഥായി 2 വിധമാണുള്ളത്. ഉച്ചസ്ഥായി ഹൈ പിച്ചും നീചസ്ഥായി ലോ പിച്ചും. ഉച്ചസ്ഥായിക്ക് ഉദാഹരണമാണ് ചില സമയത്ത് ബോർഡിൽ ചോക്ക് ഉണ്ടാക്കുന്ന പ്രത്യേക ശബ്ദം, വിസിൽ ശബ്ദം എന്നിവ. നീചസ്ഥായിക്ക് ഉദാഹരണം പട്ടികളുടെ മുരളൽ, ഇടനാദം എന്നിവ. സംഗീതവും ഒച്ചയും. മ്യൂസിക് ആൻഡ് നോയ്സ്. ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദമാണ് സംഗീതം. അരോചകമായും ക്രമരഹിതമായും കമ്പനം കൊണ്ട് ഉണ്ടാകുന്നതുമായ ശബ്ദമാണ് ഒച്ച. സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പദമാണ് ശ്രുതി. സംഗീതത്തിലെ സപ്തസ്വരങ്ങളും ആവൃത്തിയും ബന്ധപ്പെട്ടിരിക്കുന്നു. സംഗീതത്തിലെ സപ്തസ്വരങ്ങളും ആവൃത്തി: സ 256 ഹെർട്സ്, രി 288 ഹെർട്സ്, ഗ 320 ഹെർട്സ്, മ 341 ഹെർട്സ്, പ 384 ഹെർട്സ്, ധ 427 ഹെർട്സ്, നി 480 ഹെർട്സ്. താഴ്ന്ന ശ്രുതിയിലുള്ള അല്ലെങ്കിൽ സ്ഥായിയിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടമാണ് ബാസ്. ഉയർന്ന ശ്രുതിയിലുള്ള അല്ലെങ്കിൽ സ്ഥായിയിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടമാണ് ട്രബിൾ. ഗുണം: ഒരേ സ്ഥായിയും ഉച്ചതയുമുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിവിധ ശബ്ദ സ്രോതസ്സുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഗുണം അല്ലെങ്കിൽ ക്വാളിറ്റി. 2 വ്യക്തികൾ തമ്മിലോ 2 സംഗീത ഉപകരണങ്ങൾ തമ്മിലോ ഉള്ള ശബ്ദം തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഗുണം. ആവൃത്തി: 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ആവൃത്തി F = കമ്പനങ്ങളുടെ എണ്ണം N/, സമയം T. ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെർട്സ്. 1 കിലോ ഹെർട്സ് 1000 ഹെർട്സ് ആണ്. ആവൃത്തി കൂടുന്നതിനനുസരിച്ച് ശബ്ദവും കൂടുന്നു. ഒരു പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്തതിന് കാരണം ആവൃത്തി കുറയുന്നതിനാൽ ആണ്. കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നതിന് കാരണം ചിറകുകൾ കമ്പനം ചെയ്യുന്നതിനാലാണ്. കൊതുകുകളുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തി 500 ഹെർട്സ് ആണ്. തേനീച്ചകളുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തി 300 ഹെർട്സും. ശ്രവണപരിധി: മനുഷ്യൻ്റെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ
20,000 ഹെഡ്സ് വരെയാണ് അല്ലെങ്കിൽ 20 കിലോ ഹെഡ്സ് വരെയാണ്. ശ്രവണപരിധി റേഞ്ച് ഓഫ് ഓഡിബിലിറ്റി ഏകദേശ ആവൃത്തി ഹെഡ്സ്. ആന കുറഞ്ഞത് 16 കൂടിയത് 12,000. കീരി കുറഞ്ഞത് 16 കൂടിയത് 44,000. സ്വർണ്ണ മത്സ്യം കുറഞ്ഞത് 20 കൂടിയത് 3,000. പശു കുറഞ്ഞത് 23 കൂടിയത് 35,000. പൂച്ച കുറഞ്ഞത് 45 കൂടിയത് 64,000. ഗിനിപ്പന്നി കുറഞ്ഞത് 54 കൂടിയത് 50,000. കുതിര കുറഞ്ഞത് 55 കൂടിയത് 33,500. നായ കുറഞ്ഞത് 67 കൂടിയത് 45,000. തവള കുറഞ്ഞത് 100 കൂടിയത് 3,000. കോഴി കുറഞ്ഞത് 125 കൂടിയത് 2,000. മുള്ളൻ പന്നി കുറഞ്ഞത് 250 കൂടിയത് 45,000. മൈന കുറഞ്ഞത് 250 കൂടിയത് 8,000. മുയൽ കുറഞ്ഞത് 360 കൂടിയത് 42,000. എലി കുറഞ്ഞത് 1,000 കൂടിയത് 91,000. ബെലുഗ തിമിംഗലം കുറഞ്ഞത് 1,000 കൂടിയത് 1,23,000. വവ്വാൽ കുറഞ്ഞത് 2,000 കൂടിയത് 1,23,000. ചെവിയും ശബ്ദവും ഇയർ ആൻഡ് സൗണ്ട്. ചെവിക്കുടയിൽ എത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണനാളത്തിലൂടെ കടന്നുപോയി ആദ്യം കമ്പനം ചെയ്യിക്കുന്ന ഭാഗമാണ് കർണപടം. കർണപടത്തിലുണ്ടാകുന്ന കമ്പനം അതിനോട് ചേർന്ന് കാണുന്ന അസ്ഥിശൃംഖലയെ കമ്പനം ചെയ്യിക്കുന്നു. അസ്ഥിശൃംഖലയിലെ കമ്പനം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഓവൽ വിൻഡോയിലേക്കും ആന്തര കർണത്തിലേക്കും ക്ലോയിഡയിലേക്കും ആണ്. ഒച്ചിൻ്റെ ആകൃതിയിലുള്ളതും ഏകദേശം 3 സെൻറ്റിമീറ്റർ നീളമുള്ളതുമായ ഭാഗമാണ് കോക്ലിയ. കോക്ലിയയുടെ ഉള്ളറകളിലുള്ള ദ്രാവകം എൻഡോലിംഫ്. കോക്ലിയയിലെ കമ്പനം അതിൻ്റെ ഉള്ളറകളിലുള്ള എൻഡോലിംഫിലേക്ക് പടരുന്നു. എൻഡോലിംഫിൻ്റെ കമ്പനം കോക്ലിയയിലുള്ള ആയിരക്കണക്കിന് നാഡീകോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും ആവേഗങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ശ്രവണ നാഡി വഴി തലച്ചോറിലെത്തുമ്പോൾ നമുക്ക് ശബ്ദം അനുഭവപ്പെടും. ശ്രവണ സഹായി ഹിയറിംഗ് എയ്ഡ്. കേൾവി കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി. മൈക്രോഫോൺ, ആംപ്ലിയർ, ലൗഡ് സ്പീക്കർ മുതലായവയാണ് ശ്രവണ സഹായിയുടെ പ്രധാന ഭാഗങ്ങൾ. ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്ന ശ്രവണ സഹായിയിലെ ഭാഗമാണ് മൈക്രോഫോൺ. വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്ന ശ്രവണ സഹായിയിലെ ഭാഗമാണ് ആംപ്ലിഫയർ. ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകളെ ഉച്ചത കൂടിയ ശബ്ദമാക്കി മാറ്റി കർണപടത്തിലെത്തിക്കുന്ന ശ്രവണ സഹായിയിലെ ഭാഗമാണ് ലൗഡ് സ്പീക്കർ. ശ്രവണ സഹായിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി നൽകാൻ ഒരു ബാറ്ററി കൂടി ഈ സംവിധാനത്തിലുണ്ടാകും. ശബ്ദമലിനീകരണം. മനുഷ്യന് സുഖകരമല്ലാത്ത രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നതാണ് ശബ്ദമലിനീകരണം. ലോകത്തിലെ ഏറ്റവും ശബ്ദമലിനീകരണം ഉള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം. ശബ്ദം ഏകദേശം ഉച്ചത അല്ലെങ്കിൽ ഡെസിബൽ. ചെവിക്ക് വേദനയുണ്ടാക്കുന്ന ശബ്ദം 120-ൽ കൂടുതൽ. ജെറ്റ് എൻജിൻ 100 മീറ്റർ അകലെ 110 മുതൽ 140 ഡെസിബൽ വരെ. വാഹനത്തിരക്കേറിയ റോഡ് 80 മുതൽ 90 വരെ. കാർ 60 മുതൽ 80 വരെ. സാധാരണ സംഭാഷണം 40 മുതൽ 60 വരെ. ഇലകളുടെ മർമ്മരം 10 ഡെസിബൽ. അനുനാദം. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യാൻ അനുവദിച്ചാൽ അത് കമ്പനം ചെയ്യപ്പെടുന്ന ആവൃത്തി അറിയപ്പെടുന്നത് സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ്. സ്വതന്ത്രമായി കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിക്ക് മാറ്റമുണ്ടാകുകയില്ല. വസ്തുക്കളുടെ ശബ്ദങ്ങൾ തമ്മിൽ വ്യത്യാസപ്പെടാതിരിക്കാൻ കാരണം വസ്തുക്കളുടെ സ്വാഭാവിക ആവൃത്തിയിലുള്ള വ്യത്യാസമാണ്. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പദാർത്ഥത്തിൻ്റെ സ്വഭാവം, വലിവ്, നീളം, പ്രതല പരപ്പളവ്, ചേതല വിസ്തീർണം എന്നിവ. കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ പ്രേരണം മൂലം പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ അതേ ആവൃത്തിയിൽ മറ്റേ വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രണോദിത കമ്പനത്തിന് വിധേയമാക്കുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ അവയ്ക്കിടയിൽ സംഭവിക്കുന്നത് അനുനാദം അല്ലെങ്കിൽ റെസൊണൻസ് ആണ്. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു അതിൻ്റെ പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യുന്നത് അനുനാദത്തിൽ ആയിരിക്കുമ്പോൾ ആണ്. ഒരേ നീളമുള്ള പെൻഡുലങ്ങൾ ഒരേ ആയതിയിൽ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിൽ ദോലനം ചെയ്യാൻ കാരണം അനുനാദമാണ്.
തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരെ മാർച്ച് ചെയ്തു പോകാൻ അനുവദിക്കാത്തതിന് കാരണം അനുനാദമാണ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽക്കമ്പികൾ വിറച്ചുകൊള്ളുന്നതിന് കാരണമായ പ്രതിഭാസം അനുനാദം. ട്യൂണിംഗ് ഫോർക്കിൻ്റെ സ്വാഭാവിക ആവൃത്തിയും വായുവ്യൂഹത്തിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ അവ രണ്ടും അനുനാദത്തിലാകുന്നു. ട്യൂണിംഗ് ഫോർക്ക് കണ്ടുപിടിച്ചത് ജോൺ ഷെയർ ആണ്. പ്രതിധ്വനി. ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ എന്ന് പറയുന്നത്. ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിധ്വനിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി. പ്രതിധ്വനി ഉണ്ടാകുന്നതിനാവശ്യമായ കുറഞ്ഞ ദൂരം 17 മീറ്റർ ആണ്. അന്തരീക്ഷ ഊഷ്മാവിനനുസരിച്ച് ദൂരത്തിന് മാറ്റം വരാം. സിനിമാ തിയേറ്ററുകൾ ചുമരുകൾ പരുക്കനായി നിർമ്മിക്കുന്നത് പ്രതിധ്വനി ഒഴിവാക്കാനാണ്. കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായി ശബ്ദം കേൾക്കത്തക്ക വിധത്തിൽ അതിനെ രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്യൂസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്സ്. ശബ്ദതരംഗങ്ങൾ വൃത്താകൃതിയിലുള്ള ചുമരുകളിൽ ആവർത്തന പ്രതിപാദനത്തിന് വിധേയമാകുന്നതിനുള്ള ഉദാഹരണങ്ങളാണ് ലണ്ടനിലെ സെൻറ്റ് പോൾസ് കത്തീഡ്രലിലുള്ള മർമ്മഗോപുരവും കർണാടകയിലെ ബിജാപൂരിലുള്ള ഗോൾഗുംബസും. ശബ്ദവും ഉപകരണങ്ങളും. പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേഷണം ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് ഫോട്ടോഫോൺ. ശബ്ദത്തിൻ്റെ പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് മെഗാഫോൺ, സ്റ്റെതസ്കോപ്പ് എന്നിവ. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ്. ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണോമീറ്റർ. ജലാന്തർഭാഗത്തെ ശബ്ദങ്ങൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ. കേൾവിക്കുറവുള്ളവർക്ക് ശബ്ദം വ്യക്തമായി കേൾക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡിയോഫോൺ. റെക്കോർഡ് ചെയ്ത ശബ്ദം പുനഃസംരക്ഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫോണോഗ്രാഫ്. ശബ്ദം വൈദ്യുത സ്തംഭനങ്ങളാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം മൈക്രോഫോൺ. ജലാശയങ്ങളുടെ ആഴം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം എക്കോ സൗണ്ട്. ശബ്ദവും യൂണിറ്റുകളും. സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മാക് നമ്പർ. ഒരു വസ്തുവിൻ്റെ ഒരു മാധ്യമത്തിലെ സഞ്ചാരവേഗവും ആ മാധ്യമത്തിൽ ശബ്ദത്തിൻ്റെ വേഗവും തമ്മിലുള്ള അനുപാതമാണ് മാക് നമ്പർ. ഒരു മാക് = 340 മീറ്റർ/സെക്കൻഡ് ശബ്ദത്തിൻ്റെ വായിലുള്ള വേഗതയ്ക്ക് തുല്യമാണ്. ഏണസ്റ്റ് മാക് എന്ന ശാസ്ത്രജ്ഞൻ്റെ സ്മരണാർത്ഥമാണ് മാക് നമ്പർ എന്ന പേര് നൽകിയിരിക്കുന്നത്. കോൺകോർഡ് വിമാനങ്ങളുടെ വേഗത 2 മാക് നമ്പർ ആണ്. വ്യത്യസ്ത മാധ്യമങ്ങളിൽ ശബ്ദത്തിൻ്റെ പ്രവേഗം. ശബ്ദവേഗതയ്ക്ക് മാധ്യമം മാറുന്നതിനനുസരിച്ച് മാറ്റം സംഭവിക്കുന്നു. ശബ്ദത്തിൻ്റെ സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായിലുള്ള വേഗത 340 മീറ്റർ/സെക്കൻഡ്. ഏതൊരു മാധ്യമത്തിലും താപനില വർദ്ധിക്കുമ്പോൾ അതിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം വർദ്ധിക്കുന്നു. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ വേഗതയ്ക്കും തരംഗദൈർഘ്യത്തിനും മാറ്റം സംഭവിക്കുന്നു. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗതയാണ് 331 മീറ്റർ/സെക്കൻഡ്. 20 ഡിഗ്രി സെൽഷ്യസിലുള്ള വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത 343 മീറ്റർ/സെക്കൻഡ്. 25 ഡിഗ്രി സെൽഷ്യസിലുള്ള വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത 346 മീറ്റർ/സെക്കൻഡ്. ഇലാസ്തികത കൂടിയ മാധ്യമത്തിൽ കൂടിയുള്ള ശബ്ദത്തിൻ്റെ സഞ്ചാരം വേഗത്തിലായിരിക്കും. ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമമാണ് ഖരം. ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വാതകമാണ്. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത വാതകം, ദ്രാവകം, ഖരം എന്നിങ്ങനെയാണ്. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം അല്ലെങ്കിൽ വേഗത കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. വായു, ജലം, ഇരുമ്പ്. തടിയിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗതയാണ് 3850 മീറ്റർ/സെക്കൻഡ്. വായുവിലൂടെയുള്ള ശബ്ദവേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ആർദ്രത, സാന്ദ്രത, താപനില, കാറ്റ് എന്നിവ. ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടുന്നു. ചൂട് കൂടിയ സമയങ്ങളിൽ വായുവിൻ്റെ സാന്ദ്രത കുറവായതിനാൽ ശബ്ദവേഗത കൂടുന്നു. ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക് എന്നാണ്. ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നത് സൂപ്പർസോണിക് എന്നാണ്. ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗത സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക് എന്നാണ്. ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന
വസ്തുവിൻ്റെ ആഘാത തരംഗം ഷോക്ക് വേവ് മൂലമുണ്ടാകുന്ന ശക്തിയേറിയ ഉയർന്ന ശബ്ദമാണ് സോണിക് ബൂം. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിന് കാരണം സോണിക് ബൂമാണ്. ചീവീടുകളുടെ വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദമുണ്ടാകുന്നത് അവയുടെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ ആണ്. മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ. ഗാൾട്ടൺ വിസിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി 30,000 ഹെർട്സാണ്, 30 കിലോ ഹെർട്സ്. നായകൾക്ക് പരിശീലനം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൾട്ടൺ വിസിൽ. ഗാൾട്ടൺ വിസിലിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശബ്ദതരംഗമാണ് അൾട്രാസോണിക്. വിവിധ മാധ്യമങ്ങളിലെ ശബ്ദവേഗത: അലുമിനിയം 6420, നിക്കൽ 6040, സ്റ്റീൽ 5960, ഇരുമ്പ് 5950, പിച്ചള 4700, ഗ്ലാസ് 3980. കടൽ ജലം 1531, ശുദ്ധജലം 1498, എഥനോൾ 1207, മെഥനോൾ 1103, ഹൈഡ്രജൻ 1284, ഹീലിയം 965, വായു 346, ഓക്സിജൻ 316, സൾഫർ ഡൈ ഓക്സൈഡ് 213. കാറ്റുള്ള സമയങ്ങൾ അന്തരീക്ഷവായുവിൻ്റെ മർദ്ദ വ്യതിയാനം സംഭവിക്കുന്നതിനാൽ ശബ്ദത്തിൻ്റെ വേഗത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വസ്റ്റിക്സ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റക്കോസ്റ്റിക്സ്. അനുരണനം: ആവർത്തന പ്രതിപതനത്തിലൂടെ തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം, റീവൈബ്രേഷൻ. അനുരണനം കുറയ്ക്കാനായി ശബ്ദം ആഗിരണം ചെയ്യുന്ന പദാർത്ഥങ്ങളായ കട്ടിയുള്ള കർട്ടൻ, കുഷൻ സീറ്റുകൾ ഉപയോഗിക്കുക. മുറിയിലെ വാതിലുകളും ജനലുകളും തുറന്നിടുക. ആവർത്തന പ്രതിപതനം: ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം പ്രയോജനപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ആണ് മെഗാഫോൺ, ഹോണുകൾ, സംഗീത ഉപകരണങ്ങളായ ട്രംപറ്റ്സ്, ഷഹനായി എന്നിവ. ഹൃദയമിടിപ്പ് അറിയുവാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം. ഹാളുകളുടെ സീലിംഗുകൾ വളച്ച് നിർമ്മിച്ചിരിക്കുന്നത്, സ്റ്റേജിന് പിന്നിൽ വളഞ്ഞ സൗണ്ട് ബോർഡുകൾ സ്ഥാപിക്കുന്നത് എന്നിവയ്ക്ക് അടിസ്ഥാനം ആവർത്തന പ്രതിപതനത്തിലൂടെ ശബ്ദത്തെ ഹാളിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ്. ബലം: ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലിപ്പത്തിനോ വ്യാപ്തത്തിനോ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്തിനാണോ അതാണ് ബലം അല്ലെങ്കിൽ ഫോഴ്സ്. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശക്തിയാണ് ബലം. ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ, ബലത്തിൻ്റെ CGS യൂണിറ്റ് ഡൈൻ. ഒരു ന്യൂട്ടൺ N = 10⁵ ഡൈൻ. ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബലം = വസ്തുവിൻ്റെ പിണ്ഡം × അതിനുണ്ടാകുന്ന ത്വരണം, F = ma. 1 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന് 1 m/s² ത്വരണം ഉണ്ടാകുന്നതിന് പ്രാപ്തമായ ബലമാണ് 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ 1 കിലോഗ്രാം m/s² ആണ്. 1 ന്യൂട്ടൺ ബലം 0.1 കിലോഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഏകദേശം 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കണം. വിവിധ തരം ബലങ്ങൾ. ബലം പ്രയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബലത്തെ രണ്ടായി തിരിക്കാം. സമ്പർക്ക ബലം അല്ലെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്കരഹിത ബലം നോൺ കോണ്ടാക്ട് ഫോഴ്സ്. വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം അല്ലെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ്. ഉദാഹരണം ട്രോളി തള്ളൽ. സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങളാണ് വിസ്കസ് ബലം, പ്രതല ബലം, ഘർഷണ ബലം, ഇലാസ്റ്റിക് ബലം എന്നിവ. വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഉദാഹരണം തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നത്. സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണങ്ങളാണ് ന്യൂക്ലിയർ ബലം, വൈദ്യുതകാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം എന്നിവ. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലമാണ് ന്യൂക്ലിയർ ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഗുരുത്വാകർഷണ ബലം.
കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട്. കാന്തം പ്രയോഗിക്കുന്ന ഈ ബലമാണ് കാന്തിക ബലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ്. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലമാണ് പേശീബലം മസ്കുലർ ഫോഴ്സ്. മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതിന് കാരണം സ്ഥിരവൈദ്യുത ബലമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലാസ്തിക ബലം. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായി ആ വസ്തുവിൽ ഉളവാകുന്ന ആന്തരിക ബലമാണ് ഇലാസ്തിക ബലം ഇലാസ്റ്റിക് ഫോഴ്സ്. ഒരു സ്പ്രിംഗ് ചുരുളിനെ വലിക്കാൻ ശ്രമിക്കുമ്പോൾ സ്പ്രിങ്ങിന് അതിൻ്റെ പൂർവ്വസ്ഥിതിയിൽ തിരികെ എത്താനുള്ള പ്രവണതയാണ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്തികത പ്രകടിപ്പിക്കുന്ന വസ്തുക്കളാണ് റബ്ബർ, ഗ്ലാസ്, സ്റ്റീൽ എന്നിവ. സ്റ്റീലിൻ്റെ ഇലാസ്തികത റബ്ബറിനേക്കാൾ കൂടുതൽ ആണ്. ഇലാസ്തിക ബലം ഉളവാക്കാൻ കഴിവില്ലാത്ത പദാർത്ഥങ്ങളെ പറയുന്നത് പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നാണ്. ഇലാസ്തികത പ്രകടിപ്പിക്കാത്ത വസ്തുക്കൾക്ക് ഉദാഹരണമാണ് മെഴുക്, കളിമണ്ണ് എന്നിവ. ആവേഗ ബലം. ഒരു വലിയ ബലം ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്നതാണ് ആവേഗ ബലം അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ്. ഒരു ബലം ഒരു വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ഫലമാണ് ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ്. ആവേഗ ബലം ഈക്വൽസ് ബലം ഇൻറ്റു സമയം. I is equal to F into T. I ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ്, F ബലം ഫോഴ്സ്, T സമയം ടൈം. ആവേഗ ബലത്തിൻ്റെ അല്ലെങ്കിൽ ഇമ്പൾസിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ സെക്കൻഡ്. ആവേഗം ഒരു സദിശ അളവാണ്. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കുന്ന ബലം ആവേഗ ബലമാണ്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ആവേഗം ആക്ക വ്യത്യാസവും തുല്യമായിരിക്കും. ഇതാണ് ആവേഗ ആക്ക തത്വം ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. ആവേഗ ബലം നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങളാണ് ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പുറകോട്ട് വലിച്ച് ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന സമയം ദീർഘിപ്പിക്കുന്നു. പോൾ വാൾട്ട് ചാടുമ്പോൾ ഫോം ബെഡിൽ വീഴുന്നതിന് കാരണം ആഘാതം കുറയുന്നു. ഘർഷണം. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി അനുഭവപ്പെടുന്ന ബലമാണ് ഘർഷണം അല്ലെങ്കിൽ ഘർഷണ ബലം ഫ്രിക്ഷണൽ ഫോഴ്സ്. പരസ്പര പ്രവർത്തനത്തിലേർപ്പെട്ട പ്രതലങ്ങളുടെ അല്ലെങ്കിൽ ഇൻട്രാക്റ്റിംഗ് സർഫസസ് ആപേക്ഷിക ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ട്രൈബോളജി. ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ഘർഷണ ബലം. ഘർഷണത്തിൻ്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും. വസ്തുവിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഘർഷണബലം കൂടും. ഘർഷണബലം പ്രതലത്തിൻ്റെ സ്വഭാവമനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ഘർഷണത്തിന് കാരണം സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ പരുപരുപ്പാണ്. പ്രതലത്തിൻ്റെ മിനുസം കൂടുന്തോറും ഘർഷണബലം കുറയുകയും പ്രതലത്തിൻ്റെ മിനുസം കുറയും തോറും ഘർഷണബലം കൂടുകയും ചെയ്യുന്നു. ഘർഷണം കുറയ്ക്കാനുള്ള വിവിധ മാർഗങ്ങൾ മിനുസപ്പെടുത്തൽ, സ്നേഹകങ്ങൾ, ലൂബ്രിക്കൻസ്, ബോൾ ബെയറിങ്ങുകൾ, ധാരാരേഖിതമാക്കൽ. ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ഉരുളൽ ഘർഷണം റോളിംഗ് ഫ്രിക്ഷൻ. ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് നിരങ്ങൽ ഘർഷണം സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഘർഷണം കുറയ്ക്കാൻ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ബോൾ ബെയറിങ്ങുകളാണ്. യന്ത്രങ്ങൾ ഘർഷണം കുറയ്ക്കാൻ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുവാൻ കാരണം ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ വളരെ കുറവാണ്. തടി വലിച്ചുകൊണ്ട് പോകുന്നതിനേക്കാൾ ഉരുട്ടിക്കൊണ്ട് പോകുന്നതാണ് സൗകര്യം. ഇതിന് കാരണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ് ഉരുളൽ ഘർഷണം. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ്. സ്നേഹങ്ങൾക്ക് ഉദാഹരണമാണ് വെളിച്ചെണ്ണ, ഗ്രീസ് എന്നിവ. ഘർഷണം കുറയ്ക്കാനായി യന്ത്രങ്ങൾ ഖരരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. പരുക്കൻ ഉപരിതലങ്ങളുടെ ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് മിനുസപ്പെടുത്തൽ. ഘർഷണം ഗുണകരമായ സന്ദർഭങ്ങൾ. വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നു, തറയിലൂടെ നടക്കാൻ സാധിക്കുന്നു. ഘർഷണം ഗുണകരമല്ലാത്ത സന്ദർഭങ്ങൾ യന്ത്രങ്ങളുടെ തേയ്മാനം, ടയറുകൾ തേഞ്ഞു തീരുന്നത് എന്നിവ. ക്യാരംസ് ബോർഡിൽ ഇടയ്ക്കിടെ പൗഡർ അല്ലെങ്കിൽ ബോറിക് ആസിഡ് വിതറുന്നതിന് കാരണം ഘർഷണം കുറയ്ക്കാനാണ്. ഘർഷണം കുറയ്ക്കാനായി ചലനത്തിന് അനുകൂലമായ രീതിയിൽ വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുന്ന രീതിയാണ് ധാരാരേഖിതമാക്കൽ സ്ട്രീം ലൈനിങ്. വായു, ജലം എന്നിവ മൂലം ഉണ്ടാകുന്ന ഘർഷണം കുറയ്ക്കാൻ സ്ട്രീം ലൈനിങ് പ്രയോജനപ്പെടുത്തുന്നു.
മോട്ടോർ വാഹനങ്ങൾ, വിമാനങ്ങൾ തുടങ്ങിയവയുടെ 2 അഗ്രഭാഗങ്ങളും കൂർപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്നതിന് കാരണം ഘർഷണം കുറയ്ക്കാനാണ്. വാഹനങ്ങളുടെ ടയറുകൾ ചാലുകളും കട്ടകളും അല്ലെങ്കിൽ ഗ്രിപ്പ് ഉണ്ടാകുന്നതിന് കാരണം ഘർഷണം കൂട്ടുവാനാണ്, അല്ലെങ്കിൽ തെന്നി അപകടം സംഭവിക്കാം. അത്ലറ്റിക് ഉപയോഗിക്കുന്ന ഷൂവിൽ സ്പൈക്സ് ഘടിപ്പിക്കുന്നതിന് കാരണം ഘർഷണം കൂട്ടുവാനാണ്. സ്വതന്ത്രമായി നടക്കാൻ സാധിക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ബ്രേക്ക് നൽകി നിർത്താൻ സാധിക്കുന്നത്, പാരച്യൂട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, തീപ്പട്ടിക്കൊള്ളി ഉരച്ച് കത്തിക്കുന്നത് എന്നിവയെല്ലാം സാധ്യമാകുന്ന ഘർഷണത്തിൻ്റെ ഗുണം കൊണ്ടാണ്. ടയറുകളുടെ തേയ്മാനം, ഇന്ധനങ്ങളുടെ പാഴ്ചെലവ് മുതലായവ ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങളാണ്. ജലവും മറ്റു ദ്രാവകങ്ങളും വസ്തുക്കൾ അവയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഘർഷണശക്തി ചെലുത്തുന്നു. ദ്രാവകങ്ങൾ ചെലുത്തുന്ന ഘർഷണബലത്തെ ഡ്രാഫ്റ്റ് എന്ന് വിളിക്കുന്നു. പ്രവൃത്തി, ഊർജം, പവർ. പ്രവൃത്തി: ബലത്തിന് വിരോധമായി ഒരു വസ്തുവിന് സ്ഥാനാന്തരമുണ്ടാകുമ്പോഴാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായാൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നു. പ്രവൃത്തി സമം ബലം ഇൻറ്റു സ്ഥാനാന്തരം. W=F×S. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ, J. പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ. 1 ജൂൾ 1 ന്യൂട്ടൺ മീറ്ററാണ്. 1000 ജൂൾ 1 കിലോ ജൂൾ. ഒരു വസ്തുവിനെ ലംബമായി മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് W=ബലം ഇൻറ്റു സ്ഥാനാന്തരം mg/h. mg വസ്തുവിൽ ഭൂമി പ്രയോഗിച്ച ബലം, h ഉയരം അല്ലെങ്കിൽ സ്ഥാനാന്തരം. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ. വസ്തുവിൻ്റെ ചലനദിശയുമായി ഒരു കോൺ ഉണ്ടാകത്തക്ക വിധം ബലം പ്രയോഗിച്ച് വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ പ്രവൃത്തി കണക്കാക്കാനുള്ള സമവാക്യമാണ് W=Fs cos θ. F cos θ എന്നത് വസ്തു സഞ്ചരിച്ച ദിശയിലേക്കുള്ള ബലത്തിൻ്റെ ഘടകമാണ്. തീറ്റ എന്നത് ബലം പ്രയോഗിക്കുന്ന ദിശയും വസ്തു സഞ്ചരിക്കുന്ന ദിശയും തമ്മിലുള്ളവാകുന്ന കോണാണ്. ഒരു വ്യക്തി ഒരു ലോഹപ്പെട്ടി തള്ളുമ്പോൾ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല എങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തി 0. സ്ഥാനാന്തരമുണ്ടാകാതെ ചെലുത്തുന്ന ബലം എത്ര വലുതായാലും പ്രവൃത്തി ചെയ്യപ്പെടുന്നില്ല. താഴേക്ക് ചലിക്കുന്ന കല്ലിൽ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി, വടംവലി മത്സരത്തിൽ വിജയിക്കുന്ന ടീം വടത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എന്നിവയെല്ലാം പോസിറ്റീവാണ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തിയാണ് പോസിറ്റീവ്. തറ പ്രയോഗിച്ച കർശന ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവ്. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി 0 ആയിരിക്കും. തലയിൽ ചുമടുമായി പടവുകൾ കയറുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കും. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ആകെ ഊർജം നെഗറ്റീവാണ്. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ചെയ്യുന്ന പ്രവൃത്തി 0. ഊർജം: പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ജൂൾ. ഊർജത്തിൻ്റെ CGS യൂണിറ്റാണ് എർഗ്. 1 ജൂൾ 10⁻7 എർഗാണ്. 1 വാട്ട് അവർ 3600 ജൂൾ. ഊർജം അല്ലെങ്കിൽ എനർജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. വിവിധ ഊർജ രൂപങ്ങൾക്ക് ഉദാഹരണം യാന്ത്രികോർജം, സൗരോർജം, താപോർജം, രാസോർജം, വൈദ്യോർജം, ശബ്ദോർജം, പ്രകാശോർജം, കാന്തികോർജം, ആണവോർജം. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ വാഹനങ്ങളെ ചലിപ്പിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം. പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. വിറക് കത്തിക്കുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങൾ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. സൂര്യനിലെ ഊർജോൽപാദനത്തെക്കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ഹാൻസ് ബെർത്ത് ആണ്. ഗതികോർജവും സ്ഥിതികോർജവും, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. യാന്ത്രികോർജം 2 തരത്തിലുണ്ട്: ഗതികോർജം, സ്ഥിതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. ഗതികോർജം K = 12 mv².
എം ഈസ് ഈക്വൽ ടു വസ്തുവിൻ്റെ പിണ്ഡം, വി ഈസ് ഈക്വൽ ടു വസ്തുവിൻ്റെ പ്രവേഗം. ഒരു വസ്തുവിൻ്റെ ഗതികോർജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പിണ്ഡം, പ്രവേഗം എന്നിവ. വസ്തുവിൻ്റെ പിണ്ഡവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നു. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാകുന്നെങ്കിൽ അതിൻ്റെ ഗതികോർജം 4 ഇരട്ടിയാകും. പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജത്തിന് തുല്യമായിരിക്കും. ഗതികോർജം എല്ലായ്പ്പോഴും പോസിറ്റീവോ പൂജ്യമോ ആയിരിക്കും. ഗതികോർജം കെയും ആക്കം പിയും തമ്മിലുള്ള സമവാക്യം ഗതികോർജം K is equal to P² divided by 2m. M is equal to mass. പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം, ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക എന്നിവയിലെ ഊർജം ഗതികോർജമാണ്. സ്ഥാനം കൊണ്ടും രൂപമാറ്റം സ്ട്രെയിൻ കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. സ്ഥിതികോർജം ഈസ് ഈക്വൽ ടു mgh. എം വസ്തുവിൻ്റെ പിണ്ഡം, g ഭൂഗുരുത്വം മൂലമുള്ള ത്വരണം, h ഉയരം. തറയിൽ നിന്ന് ഉയരം കൂടുമ്പോൾ സ്ഥിതികോർജം കൂടുന്നു. ഉദാഹരണം തെങ്ങിലുള്ള തേങ്ങ. ഊർജ പരിവർത്തനം, പ്രകാശ സംശ്ലേഷണം, പ്രകാശോർജം, രാസോർജം. ഡൈനാമോ യാന്ത്രികോർജം, വൈദ്യോർജം. വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജം, വൈദ്യോർജം. വിൻഡ് മിൽ യാന്ത്രികോർജം, വൈദ്യോർജം. ഇലക്ട്രിക് ഫാൻ വൈദ്യോർജം, യാന്ത്രികോർജം. ഇലക്ട്രിക് മോട്ടോർ വൈദ്യോർജം, യാന്ത്രികോർജം. സോളാർ സെൽ സൗരോർജം, വൈദ്യോർജം. ഇലക്ട്രിക് ബെൽ വൈദ്യോർജം, ശബ്ദോർജം. ലൗഡ് സ്പീക്കർ വൈദ്യോർജം, ശബ്ദോർജം. ഇലക്ട്രിക് ഓവൻ അല്ലെങ്കിൽ ടോസ്റ്റർ വൈദ്യോർജം, താപോർജം. ഇലക്ട്രിക് ഹീറ്റർ വൈദ്യോർജം, താപോർജം. അയൺ ബോക്സ് വൈദ്യോർജം, താപോർജം. ഇലക്ട്രിക് ബൾബ് വൈദ്യോർജം, പ്രകാശോർജം, താപോർജം. ടെലിവിഷൻ വൈദ്യോർജം, ശബ്ദോർജം, പ്രകാശോർജം, താപോർജം. ഹെയർ ഡ്രയർ വൈദ്യോർജം, ശബ്ദോർജം, താപോർജം. മിക്സി വൈദ്യോർജം, യാന്ത്രികോർജം, താപോർജം, ശബ്ദോർജം. ഗ്യാസ് സ്റ്റൗ രാസോർജം, താപോർജം, പ്രകാശോർജം. സ്റ്റീം എൻജിൻ രാസോർജം, താപോർജം, യാന്ത്രികോർജം. ബാറ്ററി രാസോർജം, വൈദ്യോർജം. മൈക്രോഫോൺ ശബ്ദോർജം, വൈദ്യോർജം. റേഡിയോ വൈദ്യോർജം, ശബ്ദോർജം. തീപ്പെട്ടി വിറക് കത്തിക്കുമ്പോൾ രാസോർജം, താപോർജം, പ്രകാശോർജം. ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ സ്ഥിതികോർജം കുറയുന്നു. ഉദാഹരണം തെങ്ങിൽ നിന്നും തേങ്ങ താഴോട്ട് പതിക്കുന്നു. പൂച്ചട്ടി സൺഷെയ്ഡിന് മുകളിലായിരിക്കുമ്പോൾ ഉള്ള ഊർജം സ്ഥിതികോർജം. പൂച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ സ്ഥിതികോർജം കുറയുകയും ഗതികോർജം കൂടുകയും ചെയ്യുന്നു. പൂച്ചട്ടി താഴെ പതിക്കുന്നതിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഊർജ പരിവർത്തനമാണ് സ്ഥിതികോർജം മുഴുവനും ഗതികോർജമായി മാറുന്നത്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം 0ആണ്. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയുന്നു എന്നാൽ സ്ഥിതികോർജം കൂടുന്നു എന്നാണ് അർത്ഥം. പ്രവൃത്തി എന്നത് ഗതികോർജത്തിൽ ഉണ്ടായ മാറ്റത്തിന് തുല്യമായി വരുന്നതിനെ പറയുന്നത് പ്രവൃത്തി ഊർജതന്ത്രം എന്നാണ്. പ്രവൃത്തി എനർജി പ്രിൻസിപ്പിൾ. W is equal to half mv² minus half mu². m മാസ്, u ആദ്യപ്രവേഗം, v അന്ത്യപ്രവേഗം. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ അളവും വസ്തുവിൻ്റെ സ്ഥിതികോർജവും കൂടുന്നു. ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. രൂപമാറ്റം കാരണം വസ്തുക്കൾക്ക് ലഭ്യമാകുന്ന സ്ഥിതികോർജത്തിന് ഉദാഹരണങ്ങൾ സ്പ്രിംഗ് അമർത്തുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ കുലച്ചു വച്ച വില്ല്, വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ്. ഊർജ സംരക്ഷണ നിയമം. ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ 1818 മുതൽ 1889 വരെ. യാന്ത്രികോർജം, വൈദ്യോർജം, താപോർജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ജൂൾ നിയമം, ഊർജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചു. പ്രവൃത്തി, ഊർജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ജെയിംസ് പ്രെസ്കോട്ട് ജൂളിൻ്റെ സ്മരണയ്ക്കായിട്ടാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ കാലഘട്ടം 1879 മുതൽ 1955 വരെ.
ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവായി വിശേഷിക്കപ്പെടുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. E=mc² എന്ന ഊർജ്ജ സമവാക്യം രൂപീകരിച്ചു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ 100ാം വാർഷികമായ 2005 ഭൗതിക ശാസ്ത്ര വർഷമായി ആചരിച്ചു. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. ഊർജ്ജത്തെ പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എന്നാൽ ഊർജ്ജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റു രൂപത്തിലുള്ള ഊർജ്ജമാക്കി മാറ്റാൻ കഴിയും. ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം. ദ്രവ്യവും ഊർജ്ജവും ഒരു അസ്തിത്വത്തിൻ്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. പവർ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. പവർ P = പ്രവൃത്തി / സമയം W/T. പവറിൻ്റെ യൂണിറ്റുകൾ വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. കുതിരശക്തി ഹോഴ്സ് പവർ. 1 ജൂൾ പെർ സെക്കൻഡ് 1 വാട്ട്. 1 കിലോ വാട്ട് 1000 വാട്ട്. 1 മെഗാവാട്ട് 10⁻⁶ വാട്ട്. 1 കുതിരശക്തി 746 വാട്ട്. ഉത്തോലകങ്ങൾ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം അല്ലെങ്കിൽ ലെവേഴ്സ്. ഉത്തോലക നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആർക്കിമിഡീസ്. നിൽക്കാനൊരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഈ ഭൂമിയെ ഞാൻ ഉയർത്താം എന്നഭിപ്രായപ്പെട്ടത് ആർക്കിമിഡീസ് ആണ്. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവാണ് ധാരം അല്ലെങ്കിൽ ഫൾക്രം. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം അല്ലെങ്കിൽ എഫോർട്ട്. ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം റെസിസ്റ്റൻസ്. രോധബിന്ദുവിൽ നിന്നും ധാരയിലേക്കുള്ള ലംബ അകലമാണ് രോധഭുജം. യത്നബിന്ദുവിൽ നിന്നും ധാരയിലേക്കുള്ള ലംബ അകലമാണ് യത്നഭുജം. വിവിധ തരം ഉത്തോലകങ്ങൾ. ഉത്തോലകങ്ങളെ 3ആയി തിരിച്ചിരിക്കുന്നതിന് അടിസ്ഥാനം യത്നം, രോധം, ധാരം എന്നിവയുടെ പ്രയോഗസ്ഥാനങ്ങളെ അനുസരിച്ചാണ്. ഉത്തോലകങ്ങളെ 3ആയി തരം തിരിച്ചിരിക്കുന്നു. 1ാം വർഗ ഉത്തോലകം, 2ാം വർഗ ഉത്തോലകം, 3ാം വർഗ ഉത്തോലകം. യത്നത്തിനും രോധത്തിനുമിടയിൽ ധാരം വരുന്ന ഉത്തോലകമാണ് 1ാം വർഗ ഉത്തോലകം EFR. 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ത്രാസ്, കത്രിക, കപ്പി, പ്ലയസ്, സീസോ, നെയിൽ പുള്ളർ എന്നിവ. ധാരത്തിനും യത്നത്തിനുമിടയിൽ രോധം വരുന്ന ഉത്തോലകങ്ങളാണ് 2ാം വർഗ ഉത്തോലകം FRE. 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ നാരങ്ങാഞ്ഞെക്കി, പാക്കുവെട്ടി, ബോട്ടിൽ ഓപ്പണർ, വീൽ ചെയർ എന്നിവ. രോധത്തിനും ധാരത്തിനുമിടയിൽ യത്നം വരുന്ന ഉത്തോലകങ്ങളാണ് 3ാം വർഗ ഉത്തോലകം REF. 3ാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ചവണ, ചൂണ്ട, ഐസ് ടോങ്സ്. ലഘുയന്ത്രങ്ങൾ നമുക്ക് തരുന്ന പ്രയത്ന ലാഭത്തിൻ്റെ തോതിനെ സൂചിപ്പിക്കുന്ന പദമാണ് യാന്ത്രിക ലാഭം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. യാന്ത്രിക ലാഭം = രോധം / യത്നം. 1ാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം 1, 1ൽ കൂടുതലോ 1ൽ കുറവോ ആയിരിക്കും. 1ാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം 1ൽ കൂടുതലായിരിക്കും. 3ാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം 1ൽ കുറവായിരിക്കും. യത്നം കുറയ്ക്കുന്നതിന് വേണ്ടി തിരശ്ചീന തലവുമായി മട്ടകോൺ വരാതെ ഏതൊരു കോണിലും ചരിച്ച് ക്രമീകരിക്കുന്ന ഒരു പ്രതലമാണ് ചരിവുതലം. ഏത് ലഘുയന്ത്രത്തിൻ്റെ തത്വമാണ് റാമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ചരിവുതലം. ചരിവുതലത്തിന് ഉദാഹരണങ്ങൾ കത്തി, സ്ക്രൂ, കോടാലി, ആപ്പ്, സ്ക്രൂ ജാക്ക്, മലകളിലേക്ക് കയറിപ്പോകുന്ന വളഞ്ഞ റോഡുകൾ. ഗുരുത്വാകർഷണം പിണ്ഡമുള്ള അല്ലെങ്കിൽ മാസുള്ള 2 വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയുമെല്ലാം അവയുടെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിന് ആധാരമായ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റി. ഉദാഹരണം ആകാശഗോളങ്ങൾ തമ്മിലുള്ളതോ അവ മറ്റുള്ള ഭൗതിക വസ്തുക്കൾ പ്രയോഗിക്കുന്നതോ ആയ ബലം. ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണമായ ബലം. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോയാലും ഭൂമിയുടെ ഉള്ളിലേക്ക് പോയാലും വസ്തുവിന്മേലുള്ള ഗുരുത്വാകർഷണ ബലം കുറയുന്നു.
ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്മേലുള്ള പരിണിത ഗുരുത്വാകർഷണ ബലം 0 സാർവത്രിക ഗുരുത്വാകർഷണ നിയമം. പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവും പരസ്പരം മറ്റോരോന്നിനെയും ആകർഷിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന ആകർഷണ ബലം ആ വസ്തുക്കളുടെ പിണ്ഡങ്ങളുടെ അല്ലെങ്കിൽ മാസിൻ്റെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് അതായത് സ്ക്വയറിൻ്റെ വിപരീതാനുപാതത്തിലും ആയിരിക്കും. F is directly proportional to m1 m2 divided by d2. F is equal to g into m1 m2 divided by d2. m1 m2 രണ്ട് വസ്തുക്കളുടെ പിണ്ഡം, d വസ്തുക്കൾ തമ്മിലുള്ള അകലം, g ഗുരുത്വാകർഷണ സ്ഥിരാങ്കം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, g is equal to 6.67 into 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഭൂമിയുടെ മാസ്, ആരം എന്നിവ യഥാക്രമം എമ്മും ആറും ഭൂമിയുടെ പ്രതലത്തിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മാസ് എമ്മും ആണെങ്കിൽ അവ തമ്മിലുള്ള ആകർഷണ ബലം GMM ഡിവൈഡ് ബൈ r² ആണ്. ഭൂമിയിൽ ചന്ദ്രൻ പ്രയോഗിക്കുന്ന ആകർഷണ ബലം നിമിത്തം സമുദ്രത്തിലെ ജലം ചന്ദ്രൻ അഭിമുഖമായി വരുന്ന ഭാഗത്ത് ഉയരുന്നു. ഈ പ്രതിഭാസമാണ് വേലിയേറ്റം. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിൻ്റെ അതായത് ജിയുടെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. വസ്തുക്കളുടെ പിണ്ഡം കൂടുന്നതിനനുസരിച്ച് അവ പ്രയോഗിക്കുന്ന ആകർഷണ ബലവും കൂടുന്നു. രണ്ട് വസ്തുക്കൾ ഒന്നിൻ്റെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 2 മടങ്ങാകുന്നു. രണ്ട് വസ്തുക്കളുടെയും പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 4 മടങ്ങാകുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയായാൽ തമ്മിലുള്ള ആകർഷണ ബലം 4/1 ആകും. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് മൂല്യം മാറുന്നില്ല. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കിയാൽ ആകർഷണ ബലം 4 മടങ്ങാവും. വസ്തുക്കൾ തമ്മിലുള്ള അകലം 4/1 ആക്കിയാൽ ആകർഷണ ബലം 16 മടങ്ങാവും. ഏതൊരു വസ്തുവിനും അതിൻ്റെ ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന ബിന്ദുവാണ് ഗുരുത്വകേന്ദ്രം. ഗുരുത്വകേന്ദ്രം അകത്തു വരുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം ഗോളം, സിലിണ്ടർ, കോൺ, ഗ്ലാസ് സ്ലാബ് എന്നിവ. ഗുരുത്വകേന്ദ്രം പുറത്തു വരുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം വള, മോതിരം, ബുമറാങ്. ഗുരുത്വകേന്ദ്രത്തിൽ കൂടിയുള്ള ലംബരേഖ വസ്തുവിൻ്റെ പാദത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് വസ്തുവിന് സ്ഥിരതയുണ്ടാകുന്നത്. ഗുരുത്വകേന്ദ്രമായ ബിന്ദുവിൽ നിന്നുള്ള ലംബരേഖ പാദത്തിൽ കൂടി കടന്നുപോയാൽ ആ വസ്തു സ്ഥിര സന്തുലനാവസ്ഥയിലായിരിക്കും. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ബലം കൊണ്ട് ചെറുതായി ചലിപ്പിക്കുകയും ബലം പിൻവാങ്ങുമ്പോൾ വസ്തു പൂർവാവസ്ഥയിലെത്തുകയും ചെയ്യുന്നുവെങ്കിൽ ആ വസ്തു സ്ഥിര സന്തുലനാവസ്ഥയിലായിരിക്കും. ബലം പിൻവലിക്കുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ വരാത്ത അവസ്ഥയാണ് അസ്ഥിരതാ സന്തുലനാവസ്ഥ. ചലനമുണ്ടായതിനു ശേഷം ആദ്യത്തേതിന് സമാനമായ മറ്റൊരു സ്ഥിരാവസ്ഥയിലേക്ക് എത്തുന്നതാണ് ഉദാസീന സന്തുലനാവസ്ഥ. ഗുരുത്വകേന്ദ്രം ഉയരുന്തോറും സ്ഥിതികോർജ്ജം കൂടുകയും സ്ഥിരതയ്ക്കുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. ഭൂമിയുടെ മാസ് m is equal to 6 × 10⁻24 kg. ഭൂമിയുടെ ആരം r is equal to 6.4 × 10⁻6 m. കെപ്ലറുടെ നിയമങ്ങൾ. ഒന്നാം നിയമം, സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. രണ്ടാം നിയമം, ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നു പോകുന്നു. മൂന്നാം നിയമം, ഗ്രഹങ്ങളുടെ പരിക്രമണ അല്ലെങ്കിൽ ടി സമയത്തിൻ്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ അതായത് r³ ആനുപാതികമായിരിക്കും. ഗണിതപരമായി r³ ഡിവൈഡ് ബൈ t² is equal to സ്ഥിരസംഖ്യ. നിർബാധ പതനം ഫ്രീ ഫാൾ. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്നും സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് നിർബാധ പതനം. ലിഫ്റ്റ്. ലിഫ്റ്റിൻ്റെ നിശ്ചലാവസ്ഥയിൽ ഒരു വസ്തുവിൻ്റെ ഭാരത്തെ പറയുന്നത് ശരിയായ ഭാരം അതായത് ട്രൂ വെയ്റ്റ് എന്നാണ്. ലിഫ്റ്റ് മുകളിലേക്കോ താഴേക്കോ ചലിക്കുമ്പോൾ വസ്തുവിൻ്റെ ശരിയായ ഭാരത്തിൽ നിന്നും വ്യതിചലിക്കുന്നു. ഈ ഭാരത്തെ പറയുന്നത് അപ്പാരൻറ്റ് വെയ്റ്റ് എന്നാണ്.
ലിഫ്റ്റ് മുകളിലേക്ക് ത്വരണത്തോടുകൂടി സഞ്ചരിക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരം കൂടുതൽ അനുഭവപ്പെടുകയും ലിഫ്റ്റ് ത്വരണത്തോടുകൂടി താഴേക്ക് പതിക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരം കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ലിഫ്റ്റ് പൊട്ടി വീഴുന്ന അവസ്ഥയിൽ ലിഫ്റ്റിൻ്റെ ചലനം നിർബാധ പതനത്തിലാവുന്നു. ഈ അവസ്ഥയിൽ വസ്തുവിന് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നു, അതായത് അപ്പാരൻ്റ് വെയിറ്റ് 0 പൊട്ടി വീഴുന്ന ലിഫ്റ്റിലെ ഒരാളുടെ പിണ്ഡം, അതായത് മാസ്, സ്ഥിരമായിരിക്കും. നിർബാധ പതനത്തിൽ വായുവിൻ്റെ ഘർഷണം പരിഗണിക്കില്ല. വ്യത്യസ്ത പിണ്ഡമുള്ള 2 വസ്തുക്കളുടെ നിർബാധ പതനം ഒരേ വേഗത്തിലായിരിക്കുമെന്ന് ആദ്യമായി വാദിച്ചത് ഗലീലിയോ ആണ്. ആദ്യമായി വസ്തുക്കളുടെ നിർബാധ പതനത്തിൻ്റെ തത്വം അവതരിപ്പിച്ചത് അദ്ദേഹം തന്നെയാണ്. നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം 0 വ്യത്യസ്ത പിണ്ഡമുള്ള 2 വസ്തുക്കൾ ഭൂമിയിലേക്ക് നിർബാധം പതിക്കുന്നത് ഒരേ സമയത്തായിരിക്കും. കടലാസ് പോലെയുള്ള വസ്തുക്കൾ സാവധാനമാണ് താഴേക്ക് പതിക്കുന്നത്. ഇത് വായുവിൻ്റെ പ്രതിരോധം കാരണമാണെന്ന് ആദ്യമായി വാദിച്ചത് ഗലീലിയോ ഗലീലിയാണ്. ഗുരുത്വാകർഷണത്താൽ നിർബാധം പതിക്കുന്ന വസ്തുവിന് ഭാരമില്ലായ്മ അനുഭവപ്പെടാൻ കാരണം പ്രതിബലം അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ബാലൻസിൽ നിൽക്കുന്നുവെങ്കിൽ നാം ബാലൻസിൽ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ ബാലൻസ് നമ്മളിൽ പ്രയോഗിക്കുന്ന ബലമാണ് ബാലൻസിങ്ങിൽ കാണുന്ന റീഡിംഗ്. ബാലൻസ് നമ്മളിൽ പ്രയോഗിക്കുന്ന ബലം പ്രതിബലം റിയാക്ഷൻ ഫോഴ്സാണ്. ജെയിൻറ്റ് വീൽ താഴേക്ക് വരുമ്പോൾ ഭാരക്കുറവ് വെയ്റ്റ്ലെസ്നെസ് അനുഭവപ്പെടുന്നതിന് കാരണം ഗുരുത്വാകർഷണത്താൽ നിർബാധം പതിക്കുന്നത് കൊണ്ടാണ്. ജലം നിറച്ച സുഷിരമുള്ള കുപ്പി താഴേക്ക് പതിക്കുമ്പോൾ ജലം പുറത്തു പോകാത്തതിന് കാരണം ജലത്തിനും കുപ്പിക്കും ഒരേ ത്വരണമാണ്. അതിനാൽ വെള്ളത്തിൽ പ്രതിബലം അനുഭവപ്പെടുന്നില്ല. ഇതാണ് ജലം പുറത്തേക്ക് പോകാത്തതിന് കാരണം. ഒരു സ്പ്രിംഗ് ത്രാസിൽ തൂക്കിയിട്ട വസ്തുവിനെ ത്രാസ് ഉൾപ്പെടെ താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ ത്രാസിൽ കാണിക്കുന്ന റീഡിംഗ് ആണ് 0. അഭികേന്ദ്ര ബലം. വർത്തുള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അഭികേന്ദ്ര ത്വരണം ഉണ്ടാകുന്നതിന് കാരണമായ ബലമാണ് അഭികേന്ദ്ര ബലം, സെൻട്രിപെറ്റൽ ഫോഴ്സ്. അഭികേന്ദ്ര ബലത്തിൻ്റെ ദിശയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം 0. അഭികേന്ദ്ര ബലം, അഭികേന്ദ്ര ത്വരണം എന്നിവയുടെ ദിശ വൃത്തകേന്ദ്രത്തിലേക്കാണ്. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിന് മേൽ കൈ ഉപയോഗിക്കുന്ന ബലമാണ് അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലത്തിൻ്റെ അളവ് Fc = mv²/r. m പരിക്രമണം ചെയ്യുന്ന വസ്തുവിൻ്റെ പിണ്ഡം, v പ്രവേഗം, r വൃത്തപാതയുടെ ആരം. ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്യുന്നതിന് ആവശ്യമായ അഭികേന്ദ്ര ബലം ലഭിക്കുന്നത് സൂര്യൻ ഭൂമിയിൽ പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നാണ്. ബാങ്കിങ് ഓഫ് റോഡ്. വളഞ്ഞ പാതയുള്ള ഒരു റോഡിൻ്റെ പുറംഭാഗം ഉയർത്തിയും അകംഭാഗം താഴ്ത്തിയും ക്രമീകരിക്കുന്നത് വാഹനങ്ങൾ സുരക്ഷിതമായി വളയ്ക്കുവാൻ ആവശ്യമായ അഭികേന്ദ്ര ബലം ലഭ്യമാകുന്നതിന് വേണ്ടിയാണ്. ഇതിനെയാണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. ചന്ദ്രനോ മറ്റു കൃത്രിമ ഉപഗ്രഹത്തിനോ ഭൂമിയെ ചുറ്റാൻ വേണ്ട അഭികേന്ദ്ര ബലം ലഭ്യമാകുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഭ്രമണം ചെയ്യുന്നതിന് ആവശ്യമായ അഭികേന്ദ്ര ബലം ലഭിക്കുന്നത് വൈദ്യുതാകർഷണ ബലത്തിൽ നിന്നാണ്. സർക്കസിൽ ഒരു ഗ്ലോബിനുള്ളിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിനുള്ള അഭികേന്ദ്ര ബലം ലഭിക്കുന്നത് ഗ്ലോബിൻ്റെ വശങ്ങൾ പ്രയോഗിക്കുന്ന പ്രതിപ്രവർത്തന ബലത്തിൽ നിന്നാണ്. ഒരു കാർ യാത്രികന് റോഡിൻ്റെ വളവ് തിരിയാൻ ആവശ്യമായ അഭികേന്ദ്ര ബലം ലഭിക്കുന്നത് റോഡും ടയറും തമ്മിലുള്ള ഘർഷണ ബലത്തിൽ നിന്നാണ്. അപകേന്ദ്ര ബലം. അഭികേന്ദ്ര ബലം പ്രയോഗിക്കുന്ന വസ്തുവിന്മേൽ പരിക്രമണം ചെയ്യുന്ന വസ്തു പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്ര ബലം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപകേന്ദ്ര ബലം = mv²/r. അപകേന്ദ്ര ബലത്തിൻ്റെ ദിശ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്കാണ്. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്ര ബലം. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണം അപകേന്ദ്ര ബലമാണ്. വാഷിംഗ് മെഷീൻ്റെ പ്രവർത്തന തത്വം അപകേന്ദ്ര ബലമാണ്. പാലായന പ്രവേഗം, എസ്കേപ്പ് വെലോസിറ്റി. ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായി മുന്നോട്ടു പോകുവാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം.
പാലായന പ്രവേഗം കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യമാണ് V = √2gm/r. G. സാർവത്രിക ഗുരുത്വാകർഷണ സ്ഥിരാങ്കം m. ഗ്രഹത്തിൻ്റെ പിണ്ഡം r. ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ആരം. ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s. ചന്ദ്രൻ്റെ പാലായന പ്രവേഗം 2.3 km/s. സൂര്യൻ്റെ പാലായന പ്രവേഗം 618 km/s. പാലായന പ്രവേഗം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴമാണ്, 60 km/s. പാലായന പ്രവേഗം ഏറ്റവും കുറവുള്ള ഗ്രഹം ബുധൻ, 4.2 km/s. മറ്റ് ഗ്രഹങ്ങളുടെ പാലായന പ്രവേഗം: ശുക്രൻ 10.36 km/s, ചൊവ്വ 5 km/s, ശനി 39.4 km/s, യുറാനസ് 21.5 km/s, നെപ്റ്റ്യൂൺ 24.2 km/s. സൗരയൂഥത്തിന് പുറത്തു കടക്കുവാൻ ആവശ്യമായ പാലായന പ്രവേഗമാണ് 16.6 km/s. ഉപഗ്രഹങ്ങളുടെ പാലായന പ്രവേഗം: കാലിസ്റ്റോ 2.4 km/s, ഗാനിമീഡ് 2.7 km/s, ടൈറ്റൻ 2.6 km/s, ട്രൈറ്റൺ 1.5 km/s, സിറസ് 0.64 km/s, അയോ 2.558 km/s, യൂറോപ്പ 2.025 km/s. പിണ്ഡവും ഭാരവും. പിണ്ഡം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്, അതാണ് പിണ്ഡം അല്ലെങ്കിൽ മാസ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. ദൈവകണം ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ ജനീവയിലെ CERN ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ വർഷം 2012 ജൂലൈ 4-നാണ്. ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ലിയോൺ ലിഡർമാൻ ആണ്. ഏത് ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ആ പേര് നൽകിയത്? സത്യേന്ദ്രനാഥ് ബോസ്, പീറ്റർ ഹിഗ്സ്. LHC. നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഹിഗ്സ് ബോസോണും മറ്റു പദാർത്ഥങ്ങളും നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഉപകരണമാണ് LHC. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ സ്ഥിതി ചെയ്യുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ എനർജി പാർട്ടിക്കിൾ ആക്സിലേറ്റർ LHC, നീളം 27 കിലോമീറ്റർ. രണ്ട് പദാർത്ഥങ്ങളുടെ മാസ് വ്യത്യസ്തമാകാൻ കാരണം അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് വ്യത്യസ്തമായത് കൊണ്ടാണ്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം. കിലോഗ്രാം കൂടാതെ മാസ് അളക്കുന്നതിനുള്ള മറ്റു യൂണിറ്റുകൾ ടൺ, ക്വിൻ്റൽ, ഗ്രാം, മില്ലിഗ്രാം, അറ്റോമിക് മാസ് യൂണിറ്റ് എന്നിവയാണ്. 1 മില്ലിഗ്രാം 10⁻⁻6 കിലോഗ്രാം, 1 ഗ്രാം 10⁻³ കിലോഗ്രാം, 1 ക്വിൻ്റൽ 100 കിലോഗ്രാം, 1 ടൺ 1000 കിലോഗ്രാം. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് 1.66 × 10⁻27 കിലോഗ്രാം. സാധാരണയായി നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് മൈക്രോൺ. 1 മൈക്രോൺ 10⁻6 m. കിബിൾ ബാലൻസ്. പുതിയ നിർവചനമനുസരിച്ച് കിലോഗ്രാമിൻ്റെ അടിസ്ഥാന മാതൃകയാണ് കിബിൾ ബാലൻസ് അല്ലെങ്കിൽ വാട്ട് ബാലൻസ്. വൈദ്യുതകാന്തിക ശക്തി ഉപയോഗിക്കുമ്പോൾ ഭാരസന്തുലനം നേടാൻ എത്ര ഊർജം ഉപയോഗിക്കുന്നു എന്ന് പ്ലാങ്ക് സ്ഥിരാങ്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കുന്നതാണ് കിബിൾ ബാലൻസ്. കിലോഗ്രാമിൻ്റെ പുതിയ നിർവചനം കിബിൾ ബാലൻസ് നിലവിൽ വന്നത് 2019 മെയ് 20-നാണ്. ഭാരം. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം. ഒരു വസ്തുവിൻ്റെ ഭാരം W = m × g. m വസ്തുവിൻ്റെ പിണ്ഡം, g ഭൂഗുരുത്വം മൂലമുള്ള ത്വരണം. നാം സ്പർശിച്ച് നിൽക്കുന്ന തറയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിബലമാണ് ഭാരം. ഒരു വസ്തുവിൻ്റെ ഭാരം അല്ലെങ്കിൽ വെയ്റ്റ് അത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളത്തിനനുസരിച്ച് മാറുന്നു. എന്നാൽ പിണ്ഡം മാസ് സ്ഥിരമായിരിക്കും. ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ 1/6 ഭാരം മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടുകയുള്ളൂ. കാരണം ചന്ദ്രനിലെ ജിയുടെ മൂല്യം
1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത് ഭൂമിയിലെ ജിയുടെ മൂല്യത്തിൻ്റെ ഏകദേശം 1/6 ഭാഗമാണ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. ഭാരത്തിൻ്റെ ഒരു യൂണിറ്റ് കിലോഗ്രാം വെയ്റ്റ്. 1 കിലോഗ്രാം വെയ്റ്റ് ഈസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ. ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പ്രിംഗ് ത്രാസ് ആണ്. മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സാധാരണ ത്രാസ്, കോമൺ ബാലൻസ്. സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹുക്സ് നിയമമാണ്. ജിയുടെ മൂല്യം. ഒരു വസ്തുവിന് ഭൂഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സ്മോൾ ലെറ്റർ ജി. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിൻ്റെ പിണ്ഡത്തെ ആശ്രയിക്കുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും. ഭൂഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം ജി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ഭൂഗുരുത്വാകർഷണം ക്രമേണ കുറയും. ഭൂമിയുടെ വിവിധ സ്ഥലങ്ങൾ ജിയുടെ മൂല്യം. ഭൂകേന്ദ്രങ്ങളിൽ ഒരു വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ധ്രുവപ്രദേശങ്ങളിലാണ്. ധ്രുവപ്രദേശത്തു നിന്നും ഭൂമധ്യരേഖാപ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ അല്ലെങ്കിൽ ജിയുടെ മൂല്യം കുറയുന്നു. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാപ്രദേശങ്ങളിലാണ്. ജിയുടെ മൂല്യം കണ്ടെത്തുന്നതിനുള്ള സമവാക്യം സ്മോൾ ലെറ്റർ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ക്യാപിറ്റൽ ലെറ്റർ ജി ഗുരുത്വാകർഷണ സ്ഥിരാങ്കം 6.67 × 10⁻⁻11 Nm സ്ക്വയർ kg⁻². എം ഭൂമിയുടെ മാസ് 6 × 10⁻24 kg. ആർ ഭൂമിയുടെ ആരം 6.4 × 10⁻6 m. ധ്രുവപ്രദേശത്ത് ജിയുടെ മൂല്യം 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ കൂടുതലായിരിക്കും. ഭൂമധ്യരേഖാപ്രദേശത്ത് ജിയുടെ മൂല്യം 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ കുറവായിരിക്കും. ചന്ദ്രനിലെ ജിയുടെ മൂല്യം 1.62 മീറ്റർ പെർ സ്ക്വയർ ആണ്. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ മൂല്യത്തിൻ്റെ 1/6 ഭാഗമാണ്. കടലാസ് പോലെയുള്ള വസ്തുക്കൾ സാവധാനമാണ് താഴേക്ക് പതിക്കുന്നത്. ഇത് വായുവിൻ്റെ പ്രതിരോധം കാരണമാണെന്ന് ആദ്യമായി വാദിച്ച ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. തൂവലും നാണയവും പരീക്ഷണത്തിലൂടെ വായുവിൻ്റെ പ്രതിരോധം കാരണമാണ് തൂവൽ താഴെ എത്താൻ കൂടുതൽ സമയമെടുത്തത് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടനാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.